ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്തൊരതിഥി കിടന്നു കൂടിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ പനിക്കുട്ടൻ. പനിയും ജലദോഷവും കഫക്കെട്ടും ചുമയുമൊക്കെ ആയിട്ട് ആകെ എല്ലാവരെയും അങ്ങനെ വലച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ സെക്കൻഡ് ട്രിപ്പ് മരുന്ന് മേടിക്കാനായിട്ട് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ വന്നതാണ് കേട്ടോ. ഇന്ന് കൂടെ എൻ്റെ അമ്മച്ചിയമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9:30 ആയപ്പം ഹെൽത്ത് സെൻറ്ററിൽ വന്നു, ടോക്കണൊക്കെ എടുത്തു. അങ്ങനെ ഡോക്ടറെ കണ്ടു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് തന്നെ മരുന്നൊക്കെ മേടിച്ചു. 1-2 കൂട്ടം പുറത്തേക്കും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നെല്ലാം ഞങ്ങൾക്ക് രണ്ടാൾക്കും വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീണ്ട ഒരാഴ്ചത്തെ പനിക്ക് ശേഷം 2 മക്കളും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 9:30 ആയപ്പോൾ ഹോസ്പിറ്റലിലെത്തിയ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന പാടെ ഇത്തിരി ചോറും കഴിച്ച് കയറി കിടന്നൊന്ന് ഉറങ്ങി എണീറ്റു. അപ്പോഴേക്കും മക്കൾ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം അടുത്തുള്ള കടയിൽ പോയി ഒരു കവർ പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കാരണം ഒന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാന്നേ. ബിസ്ക്കറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊന്നൂസ് ട്യൂഷന് പോയി, അച്ചൂട്ടനൊന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ചുറ്റിക്കറങ്ങിയ അച്ചുക്കുട്ടൻ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ദാ ഈ പരുവത്തിലായിട്ടുണ്ടായിരുന്നു. ആൾക്കും നല്ല കഫക്കെട്ടും പനിയും തന്നെ. ഇപ്പം അങ്ങനെ റെസ്റ്റിലിരിക്കുകയാണ് എല്ലാവരും.